ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ സംബന്ധിച്ച ഐതിഹ്യങ്ങളും പുരാണങ്ങളും സമഗ്രമായി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം. അയ്യപ്പൻ ഹരിഹര സുതചൈതന്യമായി അവതരിച്ചതും അവതാരോദ്ദേശം പൂർത്തിയാക്കിയ ശേഷം ശബരിമലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ കഥകളെല്ലാം ശ്രീമദ് ഭൂതനാഥോപാഖ്യാനത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നു. ശാസ്താവിൻ്റെ കഥകളെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട് ഭൂതനാഥ പുരാണമായ ഭൂതനാഥോപാഖ്യാനം എന്ന സംസ്കൃത കൃതിയിൽ. ഈ ഗ്രന്ഥത്തിൽ 15 അധ്യായങ്ങളിലായി ശാസ്താവിൻ്റെ അവതാരം മുതലുള്ള കഥകൾ തുടങ്ങി ശബരിമല ക്ഷേത്രം പണികഴിച്ച് ശാസ്താവിനെ പ്രതിഷ്ഠിക്കുന്നതുവരെയുള്ള കഥകളെല്ലാം സാമാന്യം വിസ്തരിച്ച് വിവരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ പരിഭാഷയാണ് ഭൂതനാഥോപാഖ്യാനം കിളിപ്പാട്ട് എന്ന പേരിൽ ശ്രീ കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശബരിമല ശാസ്താവിനെപ്പറ്റി പല കഥകളും പാട്ടുകളും പ്രചാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഉപാഖ്യാനം കിളിപ്പാട്ട് പുറത്തു വന്നപ്പോഴാണ് അടിസ്ഥാനമായ കഥാസ്വരൂപം ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കൂടുതൽ സാധിച്ചത്. കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവ് രചിച്ച ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിലെ ശബരിമല യാത്രയുടെ നിയമങ്ങളാണ് ഇന്നും അനുഷ്ഠിച്ചു പോരുന്നത്. വിവിധ അധ്യായങ്ങളിലായി ശ്രീധർമ്മശാസ്താവിൻ്റെ മഹിമകളെ ലളിതവും സുന്ദരവുമായ രീതിയിൽ ഈ പുസ്തകത്തിൽ വർണ്ണിക്കും. ഭൂതനാഥോപാഖ്യാനത്തിൽ അനവധി ഭക്തജനങ്ങൾക്ക് വിശ്വാസദാർഢ്യവും ഭഗവത് ഭക്തിയും ഉണ്ടാകത്തക്കവണ്ണം ശാസ്താവിൻ്റെ കഥകൾ നിബന്ധിച്ചിരിക്കുന്നു. അയ്യപ്പസ്വാമിയെക്കുറിച്ച് കാര്യമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം എന്ന നിലയിൽ ഇതിന്റെ വിവർത്തനമായ കിളിപ്പാട്ടിനും പ്രചുര പ്രചാരം തന്നെ ലഭിച്ചിട്ടുണ്ട്. Presented by Chaikari, Kazhakkottam, near Infosys, Thiruvananthapuram. Chai, 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 Chaikari.